Hi, Namaste. Welcome back to my channel, Mean Shade Out. വളരെയധികം ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ നിഫ്റ്റിയുടെ. മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും പ്രോപ്പറായൊരു ഡൗൺ ട്രേഡ് ഇന്ന് വന്നിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നിഫ്റ്റിയിൽ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഇൻഡിക്കേഷൻ. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 1 സെപ്റ്റംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ ഗ്യാപ്പിലാണ് ഓപ്പൺ ആയത്. മാർക്കറ്റ് ഒരു അടിച്ചുകയറ്റത്തിൽ ഓപ്പൺ ആയത്. നമുക്ക് അവിടെ കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ ഹോൾഡ് ചെയ്ത് അവിടെ പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് ഒരു ട്രേഡ് നമുക്ക് ഒരു അതായത് അപ്ട്രെൻഡിലേക്ക് തിരിച്ചു പോകാതെ സെൽ ഇൻഡിക്കേഷൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വേർഷനിൽ ബാർ ചാർട്ടാണ്. ബാർ ചാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റ് എക്സ്ട്രാ കളർ സഹിതം കാണിച്ചു തരും. കറക്റ്റായിട്ടൊരു ഇൻഡിക്കേഷൻ ഉണ്ടാവും, എവിടെ ചെയ്യണം, ഏത് പോയിന്റിൽ ചെയ്യണം, ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫുൾ ഇൻഫർമേഷൻസ് കാണിച്ചു തരും. സാധാരണ എല്ലാവർക്കും എൻട്രി കിട്ടും, പക്ഷെ എക്സിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ എക്സിറ്റ് ലെവൽ എവിടുന്ന് എടുക്കണം, ഇനിയും അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഫുൾ ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയി. ഇത് നമുക്ക് രാവിലെ ബൈസിക്കിൾ കണ്ടിന്യൂഷൻ ആണ്. ബൈസിക്കിൾ മോർണിംഗിൽ തന്നിട്ടുണ്ട് 9:20 നമുക്ക് ബൈ ഇൻഡിക്കേഷൻ ഇവിടെ മോർണിംഗിൽ തന്നിട്ടുണ്ട്. അതിന്റെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് കൺഫേം ആയിരുന്നു, റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ തന്നെ കൺഫർമേഷൻ വന്ന് ബ്രേക്ക് ചെയ്ത് കയറുകയും ചെയ്തു. അപ്പോൾ ഒറ്റയടിക്ക് ഇവിടെ കയറിയത് പെട്ടെന്നൊരു ഇൻഡിക്കേഷൻ ഒറ്റയടിക്ക് ഹൈക്ക് അടിച്ചാൽ, പക്ഷെ അവിടെ നമുക്ക് പെട്ടെന്നൊരു ട്രേഡ് സ്കാൽപ്പിംഗിൽ അവിടെ പ്രോഫിറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ഇറങ്ങാൻ നോക്കിയെങ്കിലും പക്ഷേ 5 മിനിറ്റ്സിൽ നമുക്ക് 5 മിനിറ്റ്സിന്റെ ഇൻഡിക്കേഷനിൽ അവിടെ ഒരു സെല്ല് തന്നിരുന്നില്ല എന്നുള്ള വാസം. അവിടെ നിന്ന് ബൈ തന്നെ തിരിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് നമുക്കൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. 24,511 നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറി. അവിടുന്ന് നമുക്ക് 400-ന്റെയോ നമുക്ക് അതേപോലെ തന്നെ 500 നമുക്ക് കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാവുന്ന. ഇവിടെ ഞാൻ 24,300 കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ആ സമയത്ത് അതേ സമയത്ത് സിഗ്നൽ കിട്ടി. അവിടെ ഗ്യാപ്പിൽ ഒറ്റയടിക്ക് മാർക്കറ്റ് കയറി. നമുക്ക് നെക്സ്റ്റ് ഇൻഡിക്കേഷൻ ആയിട്ട് അപ്രോക്സിമേറ്റ് 244 മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 279 പോയ പോർഷനാണ്. ചെറിയൊരു ട്രേഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പ്രീമിയം വേണമെങ്കിലും നമുക്ക് അതേപോലെ 24,500, 400 നമുക്ക് അതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രീമിയം നമ്മുടെ മാർജിൻ പോലെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് അടിച്ചു കയറ്റായിരുന്നു. ഇവിടെ സെൽ ഇൻഡിക്കേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് തിരിച്ച് മാർക്കറ്റ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ ട്രേഡ് മിസ്സാക്കി നെക്സ്റ്റ് നമുക്ക് ഇവിടെ അടുത്ത ട്രേഡ് 252 എടുക്കായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് 346 വരെ പോകുന്നു. ഒറ്റയടിക്ക് അടിച്ചു കയറ്റാൻ നല്ല ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു അത് കഴിഞ്ഞുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. മോർണിംഗിൽ തന്നെ ബൈ അവിടെ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഡൗൺ ഇല്ല എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ നിന്ന് ബൈ തന്നെ ഹോൾഡ് ചെയ്യാമെന്നുള്ള ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രത്യേകത ഇപ്പോൾ ഒരു ട്രേഡ് നമുക്ക് എടുത്ത്, അതായത് നെക്സ്റ്റ് ട്രേഡ് എവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് ഇവിടെ എടുക്കണം, നമുക്ക് ബൈ ഉണ്ടോ സെല്ലുണ്ടോ, അത് ബൈ തന്നെ ഹോൾഡ് ചെയ്യാം. സാർ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ലേറ്റസ്റ്റ് വെർഷൻ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അഥവാ ട്രേഡ് എടുത്ത് പെട്ടെന്ന് കൺഫർമേഷൻ വന്ന് നമുക്ക് മാർക്കറ്റ് കയറുന്ന സാഹചര്യത്തിൽ ടാർഗറ്റ് അടിച്ചില്ല, നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് പോലും അടിക്കാൻ തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കളർ സഹിതമുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. ട്രെൻഡ് റിവേഴ്സിലുള്ള നമുക്ക് സൈഡിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആവുന്ന സാഹചര്യത്തിൽ ഇവിടെ ട്രെൻഡ് മാറുമ്പോൾ നമുക്ക് ആ 1 മിനിറ്റിൽ അവിടെ എക്സിറ്റ് ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അതേപോലെ മെസ്സേജ് അലേർട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടുകയും ചെയ്യും. അലേർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ബോക്സിൽ നമുക്ക് സെല്ലല്ല ബൈ ഇൻഡിക്കേഷൻ തന്നു. റീ എൻട്രി വരുമ്പോൾ നമുക്ക് എന്തിൻ്റെ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ഈ അലേർട്ട് മെസ്സേജിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ 8.1-ന്റെ. അപ്പോൾ ഇതിൽ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അതേപോലെ ഏതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. അതിനകത്ത് 8 ടൈപ്പ് സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാൻഡിൽ സ്റ്റിക്ക്, ബാർ ചാർട്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബാർ ചാർട്ട് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലേക്കുള്ള വെർഷനും അവൈലബിൾ ആണ്. നമുക്ക് ഇതുപോലെയും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് വെർഷനും നമുക്ക് ഇന്ന് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വെർഷനേക്കാൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെർഷൻസ് ആണ് നമ്മുടെ ബാർ ചാർട്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഈ കണ്ടാലേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളെങ്കിൽ നമുക്ക് ഇതും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.